വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി ആളുകൾ ചാടിയ മൈതാനത്തിലെ ആഴത്തിലുള്ള ആ കിണർ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത 120ഓളം മൃതദേഹങ്ങൾ കൂട്ടക്കൊലയുടെ ഭീകരതയെ എടുത്തുകാണിക്കുന്നു. ജാലിയൻവാലാ ബാഗിൻ്റെ ചുവരുകളിൽ ഇപ്പോഴും വെടിയുണ്ടയേറ്റ അടയാളങ്ങൾ കാണാനാകും. അവ ബ്രിട്ടീഷ് സൈനികരുടെ ക്രൂരമായ ആക്രമണം കാണിക്കാൻ പ്രത്യേകം അടയാളപ്പെടുത്തി അവിടെ സംരക്ഷിച്ചു പോരുന്നു. ഈ അടയാളങ്ങൾക്ക് സമീപമുള്ള ഫലകങ്ങളിലെ ലിഖിതങ്ങളിൽ നടന്ന ദാരുണമായ സംഭവങ്ങളെ വിവരിക്കുന്നുണ്ട്. സ്മാരകത്തിൻ്റെ ഭാഗമായി അവിടെ അമർ ജ്യോതി നിത്യജ്വാല സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ, രേഖകൾ, സാക്ഷ്യപത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം 2019 അവിടെ ഉദ്ഘാടനം ചെയ്തു. ദുരന്ത സംഭവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഫോട്ടോഗ്രാഫുകൾ, പത്ര റിപ്പോർട്ടുകൾ, അക്കാലത്തെ കത്തുകൾ എന്നിവ മ്യൂസിയത്തിലുണ്ട്. കൂട്ടക്കൊലയെക്കുറിച്ച് സന്ദർശകരെ ബോധവൽക്കരിക്കുന്നതിനായി പുതിയ ഗാലറികൾ, പാതകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ഡിജിറ്റൽ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ചേർത്തുകൊണ്ട് 2021 ഇവിടം നവീകരിച്ചു. നന്ദി.